വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ 2 അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക പേരും പറയുന്ന കംപ്ലയിൻറ്റിന് ഒരു പരിഹാരമായിക്കൊണ്ട് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അധിക പേരും പറയുന്ന കംപ്ലയിൻ്റാണ്, വീഡിയോയിൽ പറയുന്ന അപ്ഡേറ്റുകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ സ്റ്റാറ്റസിലാണ്. ഈ 2 അപ്ഡേറ്റുകൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയല്ലോ. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ അപ്ഡേറ്റ് നോക്കാം. നേരെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ 3 ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആപ്പ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓപ്ഷനാണ് വന്നുള്ളത്. ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങളിതിൽ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകൾ നമ്മളെ സമ്മതമില്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് വാട്സപ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ ഒരു ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കംപ്ലയിൻ്റ് ആണ്, അപ്ഡേറ്റുകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് വാട്സപ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മുന്നേ നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. താഴെ നമുക്ക് റീപ്ലൈ കൊടുക്കാനുള്ള പ്രത്യേക ഓപ്ഷനൊന്നുമില്ല. പഴയ തരത്തിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും സ്റ്റാറ്റസിൻ്റെ താഴെ നമുക്ക് റീപ്ലൈ വരുന്നത്. ഇനി പുതിയ അപ്ഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിലോട്ട് വന്നിട്ട് പുതിയ അപ്ഡേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. പുതിയ അപ്ഡേഷൻ അനുസരിച്ച് കൊണ്ട് ഞാനിവിടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിക്കൊണ്ട് ഒരു ലവ് ഐക്കൺ, അതായത് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരു സംഭവം നമുക്ക് ഒന്നായി കാണാൻ വേണ്ടി സാധിക്കും. ഈ 2 അപ്ഡേഷനുകൾ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നോക്കുക. കിട്ടാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.